Menopause. അല്ലെങ്കിൽ ആർത്തവവിരാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പുതിയ ചാപ്റ്റർ ഒരു അധ്യായം കഴിഞ്ഞ അടുത്തൊരു അധ്യായം ആരംഭിക്കുകയാണ്. ഓക്കെ, ആർത്തവവിരാമത്തെ പറ്റി ഒരുപാട് വിശദമായി മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ അവസാനം അതുപോലെ ഇവിടെ ഐ ബട്ടണിലും കൊടുക്കാം കേട്ടോ. അത് വിശദമായിട്ട് നിർബന്ധമായിട്ട് കണ്ടോളും. എന്താ വെച്ചാൽ അതിൽ വിശദമായിട്ട് ആർത്തവവിരാമത്തെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തുകൊണ്ടുണ്ടാകുന്നു, അതിന്റെ ലക്ഷണങ്ങൾ, അതിനെങ്ങനെ പ്രതിരോധിക്കാം, എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ട് ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. ഇന്നത്തെ വിഷയം ലൈഫ് ആഫ്റ്റർ മെനോപോസ്. ഓക്കെ, ആർത്തവവിരാമത്തിന് ശേഷമുള്ള ജീവിതചക്രം അതാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. ഇത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മാറ്റത്തിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോവുകയാണ്. ഓക്കെ, ഏകദേശം 12 വയസ്സ് മുതൽ ഏകദേശം 52 വയസ്സ് വരെ ഉണ്ടായിരുന്ന ആ ഒരു ജീവിത രീതിയിൽ നിന്ന് സ്വിച്ച് ഓവർ ചെയ്യാണ് പുതിയൊരു രീതിയിലേക്ക്. അത് അഡാപ്റ്റ് ചെയ്യാനായിട്ട്, ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. മാനസികമായിട്ട്, ഇമോഷണലി, മെന്റലി, ഫിസിക്കലി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഇതിന്റെ തുടക്ക കാലഘട്ടത്തില്, ആദ്യഘട്ടത്തിൽ ഇതിന്റെ നമ്മുടെ ശരീരത്തില് ഈസ്ട്രജന്റെ ഹോർമോൺ അളവ് കുറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പൊരുത്തപ്പെടാനുള്ള ആ പൊരുത്തക്കേട് കാണിച്ചു തുടങ്ങും. ശരീരം ആ പൊരുത്തക്കേട് കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ പലതരം പ്രയാസങ്ങൾ അനുഭവിച്ച് തുടങ്ങും. മനസ്സിലായോ? അത് ഫിസിക്കലായാലും മെന്റലായാലും ഇമോഷണലി അത് പല രീതിയിലുള്ള സിംറ്റംസ് നിങ്ങളെ പ്രകടിപ്പിക്കുന്നു, അലോസരപ്പെടുത്തുന്നു. ഓക്കെ, ഇത് കുറെ കാലമൊക്കെ ആദ്യഘട്ടത്തിൽ ഇത് എന്താണെന്ന് തിരിച്ചറിയാതെ ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ പലതരം ടെസ്റ്റുകൾ, പലതരം മെഡിക്കേഷന്, എന്നിട്ടും ആശ്വാസം കിട്ടാതെ വീണ്ടും പലതരം ഡോക്ടേഴ്സിനെ, ടെസ്റ്റുകളെ, ആശുപത്രികളെ മാറി മാറി സമീപിച്ച് അങ്ങനെ പലതരം, എന്താ വെച്ചാൽ ആ ഒരു ഇംബാലൻസ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക്. എന്താ വെച്ചാൽ ഈ 12 വയസ്സ് മുതൽ 52 വരെ ഏകദേശം ആ ഒരു പീരീഡിൽ ഉണ്ടായിരുന്ന പോലെയല്ല ഇതിന് ശേഷമുള്ള ജീവിത രീതികളും അത് നമ്മൾ ഫേസ് ചെയ്യുന്ന പലതരം ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം? ലൈഫ് ആഫ്റ്റർ മെനോപോസ്, അതാണ് ഇന്നത്തെ വിഷയം. ശ്രദ്ധിച്ച് കേൾക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡെയിലി രാത്രി നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് മെനോപോസ്, ലൈഫ് ആഫ്റ്റർ മെനോപോസ്. അത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുവരെ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, ആ ഹോർമോൺ ഈസ്ട്രജൻ ഹോർമോൺ കുറയാണ് ശരീരത്തിൽ. അത് നമ്മുടെ ബുദ്ധിയുടെ പ്രവർത്തനത്തെ, അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ദൈനംദിന ആ പ്രവർത്തനങ്ങളെ ഒക്കെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് പൊരുത്തപ്പെടാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതായത് ഈ ഹോർമോൺ ഇല്ലാതാകുന്ന വഴി നമുക്ക് നമ്മുടെ ശരീരം പ്രകടമാക്കുന്ന ലക്ഷണങ്ങൾ ആദ്യം നിങ്ങൾ തിരിച്ചറിയണം. അത് മുൻ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ട് എന്നാലും ചുരുക്കി ഇവിടെ വിവരിക്കാം. അതായത് പ്രധാനമായിട്ട് നമുക്ക് ഒരു ചുടിച്ചിലും പുകച്ചിലും ഒക്കെ അനുഭവപ്പെടുക, അതുപോലെ ഫ്രീക്വന്റ് യൂറിനേഷൻ, രാത്രിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം അറിയാതെ പോവുക, അതല്ലെങ്കിൽ ദേഹത്തൊട്ടാകെ പെട്ടെന്ന് വേർപ്പ്, പ്രത്യേകിച്ച് അപ്പർ ബോഡിയിൽ, ചെസ്റ്റിലും ഒക്കെ ഒരു പുകച്ചിൽ തോന്നുക, നെഞ്ചും കൂടിനകത്തൊക്കെ ചുട്ടു നീറുന്ന പോലെ പറയാം. അതുപോലെ ഫേസിലും നെഞ്ചിലും കഴുത്തിലൊക്കെയാണ്, ആ ഭാഗങ്ങളാണ് കൂടുതലായിട്ട് ഒരു പുകച്ചിൽ, പെട്ടെന്ന് വേർപ്പ് അനുഭവപ്പെടുക. ഇതൊക്കെയാണ് കൂടുതൽ പേരിലും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് പൊതുവായി കാണുന്ന ലക്ഷണങ്ങൾ. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് നിങ്ങളുടെ തലച്ചോറിനെ ബാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ചിന്താരീതികളെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഹോർമോണിന്റെ അളവ് കുറയുക വഴി ഓസ്റ്റിയോപോറോസിസ് പോലത്തെ സംഗതികൾ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഹെയർ ലോസ് സംഭവിക്കാം, അതുപോലെ ജോയിന്റ് പെയിൻസ് ഉണ്ടാകാം. അപ്പൊ അതിനൊക്കെ നിങ്ങൾ പല രീതിയിലുള്ള ടെസ്റ്റുകളും പല ഡോക്ടേഴ്സിനെയും ഇതാണോ അതാണോ എന്നുള്ള കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾ ഒരുപാട് ചികിത്സകൾ അവലംബിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ശാന്തരായിട്ട് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി പറഞ്ഞുതരാം ഇത് തിരിച്ചറിയാനായിട്ട്. നിങ്ങളുടെ അമ്മയുടെ മെനോപോസ് ഏത് വയസ്സിലായിരുന്നു എന്ന് അന്വേഷിക്കുക, അറിഞ്ഞു വെക്കുക. അപ്പോൾ അതിനോട് അടുത്ത് തുടങ്ങിയാൽ ഇതിന്റെ ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരം പ്രകടിപ്പിച്ചു തുടങ്ങും. അത്രേ ഉള്ളൂ. അപ്പൊ അത് ഒരു വർഷത്തോളം പീരീഡ്സ് ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ മെനോപോസ് ആയെന്ന് തീരുമാനിക്കാം. അപ്പൊ അതിന് മുൻപ് തന്നെ പീരീഡ്സ് ഡിലേ ആവുക, അല്ലെങ്കിൽ എക്സസീവ് ബ്ലീഡിങ് കാണുക, ബ്ലീഡിങ് കുറയുക, ഇങ്ങനെ ഫ്ലക്ച്വേഷൻ കാണാം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ സഫർ ചെയ്യേണ്ടി വരുന്ന ഒരുപാട് മൂഡ് സ്വിങ്ങിങ്, പെട്ടെന്ന് ദേഷ്യം വരിക, സങ്കടം വരിക, ഇത്തരം ഒരു ഫേസിലൂടെ കടന്നു പോകും. അപ്പൊ ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കൂടെ വസിക്കുന്നവർക്കും നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്കും പോലും ഇത് പ്രശ്നമാണ്. അപ്പൊ അവരെ ഇത് പറഞ്ഞു മനസ്സിലാക്കുക, അവരിതിനെ പറ്റി ബോധവാന്മാരാക്കുക, അവർക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? അതൊരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പൊ ഇതിനെ അതിജീവിക്കാനായിട്ട് സഹായകമായ ചില ടിപ്പുകൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു ജീവിത രീതിയില്ല. നല്ല കാലത്ത് ജീവിത പരാക്രമങ്ങൾ ഒരുപാട് നിങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുള്ളവരായിരിക്കും. പക്ഷെ ഇനി അങ്ങോട്ട് ഇതിനുശേഷം നിങ്ങൾ മെന്റലി, ഫിസിക്കലി ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവാണ്. അതിനെ സ്വീകരിക്കാനും അതിനെ മാനേജ് ചെയ്യാനും നിങ്ങൾ കരുത്ത് നേടണം മെന്റലി. ഓക്കെ, അന്നാ ഇത് വിജയിച്ചു, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ അതിന് ചില മെഡിറ്റേഷൻ ടെക്നിക്സ്, അതൊക്കെ ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം. അതിന്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, കാണാൻ ശ്രമിക്കാം. ഓക്കെ,
അപ്പോൾ ഇനി ലൈഫ് ഇതിന് ശേഷമുള്ള അവസ്ഥയിൽ പ്രധാനമായിട്ടും നിങ്ങൾ നമ്മുടെ മനസ്സിനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് ഒന്നാന്തര സംഗതികളാണ് യോഗ, മെഡിറ്റേഷൻ ഒക്കെ ആവാം. ഇനി അതല്ലെങ്കിൽ പ്രയറുകൾ. കൂടുതൽ ഒരുപാട് പേര് കണ്ടിട്ടില്ലേ, ഒരുപാട് ജീവിത പരാക്രമങ്ങൾ കാട്ടി പടയോട്ടങ്ങൾ ആയിട്ട് ജീവിക്കുന്നവരായിരിക്കും. പക്ഷേ ഈ മെനപ്പോസിനോട് കൂടെ അവർ ബൈബിളൊക്കെ താഴെ വെക്കില്ല, അതായിട്ട് നടക്കുന്ന കാണും. അതൊക്കെ ഒരു ചേഞ്ചാണ്, വളരെ നല്ല സംഗതികളാണ്. ആ ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് സഹായിക്കും. അപ്പോൾ മെഡിറ്റേഷൻ, യോഗ, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഓപ്ഷൻസാണ്. അതല്ലെങ്കിൽ പ്രയറുകൾ. ഇനി നല്ല മനസ്സ് നല്ല സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി ഇരിക്കുക. ഈ കാണുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ള ഒരു ആവലാതി വേവലാതി നിങ്ങളെ വേട്ടയാടാൻ അനുവദിക്കാതിരിക്കുക. ഇതുപോലെ നിങ്ങളുടെ മൈൻഡ് എവിടെയെങ്കിലുമൊക്കെ ഇൻവോൾവ് ആവണം. ഒരുപാട് സോഷ്യൽ സർവീസ്, ഒരുപാട് സംഗതികൾ നമുക്ക് ചെയ്യാനുണ്ട്. മനസ്സിലായോ? നമ്മൾ ഇത്രയും കാലം നമുക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിച്ചു, അല്ലെങ്കിൽ നമുക്കും നമ്മുടെ കുടുംബത്തും നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഓരോ വ്യക്തിക്കും ഈ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ ഓരോ ജീവിതത്തിലും ഓരോ ജീവിയിലും ഒരു സവിശേഷ ഗുണം അടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് പോകുമ്പോൾ അതിൻ്റെ ആ പ്രയോജനം ഒരുപാട് പേരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഒരുപാട് പേരിലേക്ക് അത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അത് നല്ലൊരു വഴിയാണ്. മനസ്സിലായോ? അത് നിങ്ങൾക്ക് മെന്റലി ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഒരുപാട് സന്തോഷം ഉണ്ടാവും, ഒരുപാട് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ഈ ഓടി മരിച്ച് ആർത്തലച്ച് ഒരുപാട് ജോലികൾ ചെയ്യലോ ഒരുപാട് പണം സമ്പാദിക്കലോ മാത്രമല്ല ജീവിത ലക്ഷ്യം. ഓക്കെ, അത് മാത്രം ആകരുത്. മനസ്സിലായോ? നിങ്ങളുടെ ഒരു ജീവിതം കൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരങ്ങളുണ്ടാവണം, അവരെന്നും സ്മരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ആ ജീവിത വിജയവും നിങ്ങൾക്ക് ആ സാറ്റിസ്ഫാക്ഷനും സന്തോഷവും പണവും എല്ലാം വന്നു ചേരും. അതാണ് അതിൻ്റെ തത്വം, ആ ജീവിത തത്വം അതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇപ്പം പാട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്, ചെറുപ്പകാലങ്ങളിൽ പറ്റിയില്ലെങ്കിൽ പാട്ട് പഠിച്ചോ, അല്ലെങ്കിൽ ഡാൻസ് പഠിച്ചോ. ഇനി നിങ്ങൾക്ക് ഡാൻസ് അറിയാം അല്ലെങ്കിൽ പാട്ടറിയാം, ഇത് മറ്റു പലരെയും പഠിപ്പിച്ചോ. ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇതിന് ഒരുപാട് സജീവമാണ്. അത് അങ്ങനെ അത്തരം എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കാം. അപ്പം നിങ്ങൾക്കുള്ള കഴിവുകൾ മറ്റെല്ലാവരിലേക്കും പകർന്നു കൊടുക്കുക. അത് ഏതേത് രീതികൾ, ഇപ്പോൾ ഡാൻസോ മ്യൂസിക്കോ, നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും സ്കൂള് ഒരു ഡിഗ്രിയോ പ്രീ ഡിഗ്രിയോ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിക്കുള്ള ട്യൂഷനെങ്കിലും എടുക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ കുറേ കുട്ടികൾക്ക് ട്യൂഷൻ ആരംഭിക്കാം. അപ്പോൾ നിങ്ങൾ മെന്റലി അതിൽ ആനന്ദം കണ്ടെത്തുന്ന എന്തെങ്കിലും സംഗതിയിൽ, ഇനിയിപ്പോൾ ഗാർഡനിങ് ആകാം, അതുപോലെ ഈ പലതരം അലങ്കാര മത്സ്യകൃഷി, ഗാർഡനിങ്, അല്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ അടിച്ച് തൂത്ത് വൃത്തിയാക്കിയിട്ടേ ഒരു സംഗതി ചെയ്തുകൂടെ? നിങ്ങളുടെ വീടുകളിൽ ആലോചിച്ച് നോക്ക്, ഒരു 6 മാസമായിട്ടോ 1 വർഷമായിട്ടോ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ലാത്ത സംഗതികളെല്ലാം എടുത്തിട്ടേ അത് കൊണ്ടുപോയി ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വിറ്റിട്ട് ആ കിട്ടുന്ന പണം കൊണ്ട് എന്തെങ്കിലും ഒരു സോഷ്യൽ സർവീസ്. ഓക്കെ, അതുപോലെ വീട് മുഴുവൻ തൂത്ത് വൃത്തിയാക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ജോലി, അത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക നന്നായിട്ട്. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിന് ഒരുപാട് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, അതൊക്കെ ഇത് നിങ്ങളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. മനസ്സിന് നല്ല പ്രാധാന്യമുണ്ട്. മനസ്സിലായോ? ഈ ഹോർമോൺ കുറഞ്ഞു വരുമ്പോൾ, ഈസ്ട്രജൻ ഹോർമോൺ ശരീരത്തിൽ കുറയുമ്പോൾ ആ ഇംബാലൻസ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിനെയാണ്, ബ്രെയിനിനെയാണ് ബാധിക്കുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ഹൃദയത്തെ ബാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ജോയിൻസിനെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിനെ, സർക്കുലേറ്ററി സിസ്റ്റത്തിനെ, എല്ലാ സിസ്റ്റത്തിനെയും അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഈ പലതരം രോഗാവസ്ഥകളായിട്ട് നിങ്ങൾ തോന്നുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ അതിനൊക്കെ ഓരോ രോഗത്തിനും ഓരോ ചികിത്സകൾ അവലംബിക്കാതെ നിങ്ങളിത് തിരിച്ചറിഞ്ഞ് ആ ഹോർമോണൽ ഇംബാലൻസ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട്, ഇപ്പോൾ ആധുനിക ചികിത്സാ രീതി അനുസരിച്ച് ആ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയൊക്കെ ഉണ്ട്. പക്ഷെ അത് തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് അത് അഡ്വൈസ് ചെയ്യുന്നില്ല. കാരണം അതുവഴി എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട്. ഓക്കെ, പക്ഷെ നെസസറി ആയിട്ടുള്ള സിറ്റുവേഷനിൽ അതൊരു മൈൽഡ് ഡോസിലൊക്കെ അവർ നിശ്ചയിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അത്തരം ഡോക്ടേഴ്സിനെ സമീപിച്ച് അതിന് വേണ്ടതായ ഉപദേശങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. മനസ്സിലായോ? അതിനേക്കാളൊക്കെ ഉപരി നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഇൻവോൾവ് ആയിരിക്കണം. എന്തെങ്കിലും കാര്യങ്ങൾ വെറുതെ ചിന്തിച്ച് ഇരുന്ന് നേരം കളയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. മനസ്സിലായോ? വെറുതെ സീരിയൽ കാണുക മാത്രം, അല്ലെങ്കിൽ ഒരിക്കലിരിക്കുക മാത്രം. നിങ്ങൾക്ക് ലൈറ്റ് എക്സസൈസ് ആവാം, മോർണിംഗ് വാക്ക് ആവാം, പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് ആരംഭിക്കുക. എന്താ വെച്ചാൽ അതുവരെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു ജീവിത ചക്രത്തിലൂടെയല്ല ഇനി അങ്ങോട്ട്. അത് തിരിച്ചറിയാം. നിങ്ങളുടെ ഭക്ഷണരീതി വ്യത്യാസം വരുത്താം. നിങ്ങൾക്ക് കൂടുതൽ അളവല്ല വേണ്ടത്, കൂടുതൽ ക്വാളിറ്റി ഉള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. അപ്പോൾ അതിൽ കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കാം, കൂടുതൽ നട്ട്സ് ആഡ് ചെയ്യാം. നിങ്ങളുടെ ശരീരപ്രകൃതി, ദേഹപ്രകൃതി അനലൈസ് ചെയ്ത് വാദപ്രകൃതിയാണോ പിത്തപ്രകൃതിയാണോ കഫപ്രകൃതിയാണോ എന്ന് അനലൈസ് ചെയ്തിട്ട് അത് നിങ്ങളുടെ നാഡീപരീക്ഷ നടത്തി നിങ്ങൾക്ക് വേണ്ടതായ ഒരു സെറ്റ് ഓഫ് ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ സജസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ആയുർവേദ ഡോക്ടർക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ അത്തരം ഒരു ആയുർവേദ കൺസൾട്ടേഷൻ എടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ശരീരപ്രകൃതി അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ജീവിത രീതികൾ, ഭക്ഷണ രീതികൾ,
അതുപോലെ വ്യായാമങ്ങൾ, അതുപോലെ തൈലാഭ്യംഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ആ ചർമ്മത്തിനെ സംരക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഈ കരിമങ്ങല്യം പോലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അത് ഒത്തിരി പേര് കോൺടാക്ട് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഈ ഹോർമോണൽ ഇംബാലൻസും കൂടെ അതിനൊരു കാരണമാണ്, മനസ്സിലായോ? അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ശരീരം പ്രതിഫലിപ്പിക്കുന്ന ഓരോരോ അടയാളങ്ങളാണ്. ഇതിനെങ്ങനെ മാനേജ് ചെയ്യാം, അതിന് വേണ്ടതായ ഭക്ഷണ രീതി, ജീവിത രീതി, ആവശ്യമെങ്കിൽ ഔഷധങ്ങൾ അത് നിശ്ചയിക്കുക. പിന്നെ മൈൻഡ് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ ചിലർക്ക് പേരക്കുട്ടികളെ കളിപ്പിക്കുന്നതായിരിക്കും അതിന്റെ സന്തോഷം. അങ്ങനെയാണെങ്കിൽ അതിനായിട്ട് സമയം ചെലവഴിക്കുക. ഹോം ട്യൂഷൻ എടുക്കാം, ഓൺലൈൻ ട്യൂഷനുകൾ, ഡാൻസ് ക്ലാസ്സുകൾ, മ്യൂസിക് ക്ലാസ്സുകൾ, ഗാർഡനിങ്ങുകൾ, അലങ്കാര മത്സ്യകൃഷി, കൂൺ കൃഷി, ഇതൊക്കെ നിങ്ങൾക്ക് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലൊക്കെ ബന്ധപ്പെട്ടാൽ ഇതിന് വേണ്ടതായ നിർദ്ദേശങ്ങളും ക്ലാസ്സുകളും കിട്ടും. ഓക്കെ, അങ്ങനെ കൃഷികളിലേക്ക് ആരംഭിക്കാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ്, ഇപ്പൊ ചിത്രരചനയാണെങ്കിൽ പടം വരയ്ക്കാം, നല്ല നല്ല പടങ്ങൾ വരയ്ക്കാം. നിങ്ങളുടെ ഓർമ്മക്കുറിപ്പുകൾ, പഴയ ഓർമ്മകൾ ചകഞ്ഞെടുത്തിട്ട് അതൊക്കെ ചിത്രങ്ങളിലൂടെ പ്രതിഫലിപ്പിക്കാം. ബുക്ക് എഴുതാം, പുതിയ നോവലുകൾ എഴുതാം. നിങ്ങളുടെ അനുഭവ കഥകൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഒരു മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എഴുതാം. അതല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, നിങ്ങളുടെ അറിവുകളും കഴിവുകളും പ്രകടിപ്പിക്കാൻ ബ്ലോഗ് തുടങ്ങാം. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ എൻഗേജ്ഡ് ആക്കുന്നതിന് സഹായകമായ പ്രവൃത്തിയാണ്. അതുവരെ നിങ്ങളുടെ വീട്ടിലെ ജോലി മാത്രം, അല്ലെങ്കിൽ ഓഫീസിലെ ജോലി മാത്രം അങ്ങനെയായിരുന്നു. ഇനി അങ്ങോട്ട് ആ ഇംബാലൻസിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഇത്തരം സംഗതികൾ ഒരുപാട് പ്രയോജനപ്പെടും. എന്നിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ ഒരുപാട് ആഹ്ലാദിക്കും, ആനന്ദിക്കും. അത് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങളുടെ മനസ്സിനെ ബാലൻസ് ചെയ്യുന്നതിന് സഹായകമാകും. ഇത് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ആദ്യം പ്രഥമ ദൃഷ്ടിയാ ചിലപ്പോൾ ഇത് താല്പര്യം തോന്നില്ല. എന്താ വെച്ചാൽ ഈ പണിയൊക്കെ മടുത്തു, ഇനിയല്ലേ അടുത്ത പണി എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ പുതിയൊരു സംഗതിയിൽ ഇൻവോൾവ് ആയി നോക്കുക. അത് നിങ്ങളുടെ പാഷനേറ്റ് ആയിരിക്കണം, പാഷനായിരിക്കണം, നിങ്ങളുടെ ഒരു ഡ്രീം ആയിരിക്കണം, നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ നടക്കാതെ പോയ സംഗതികളായിരിക്കണം. അപ്പൊ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായ സംഗതികളായിരിക്കണം. അതുപോലെ നമ്മുടെ സാമൂഹ്യ നീതിക്കും അച്ചടക്കത്തിന്റെയും ചട്ടക്കൂടിൽ നിൽക്കുന്നതായിരിക്കണം. ഓക്കെ, അത്തരം സംഗതികൾ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുക, കൂടുതലായിട്ട് അതിനുവേണ്ടി സമയം ചെലവഴിക്കുക. അപ്പോൾ നിങ്ങൾ വെറുതെ ഇരുന്ന് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണ് പുകച്ചിൽ, എവിടെയാണ് വേർപ്പ്, എന്താണ് അസുഖം എന്ന് നോക്കി ചിന്തിച്ച് ആലോചിച്ചിരിക്കുന്നത് ഇല്ലാതാവും. മനസ്സിലായോ? അപ്പോൾ ഈ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിന് ആശ്വാസം കിട്ടും. മനസ്സിലായോ? ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി നെസസറി ഘട്ടത്തിലേക്ക് മാത്രം മാറ്റി വയ്ക്കുക. അത് ആവശ്യമെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ സജസ്റ്റ് ചെയ്യും. അതല്ലാതെ എല്ലാവരും അതിനായിട്ട് പോരുന്നത് വെച്ചാൽ ധാരാളം സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് ഇത്തരം നമ്മുടെ ശരീരത്തിന് റൂസ് ചെയ്യുന്ന, അതായത് സ്പൈസി ഫുഡും അല്ലെങ്കിൽ ഗാർലിക്, ഇത്തരം ചില സംഗതികളൊക്കെ അവോയ്ഡ് ചെയ്യുക. നല്ല സൂതിങ്, കാമിങ്, നമ്മുടെ ഡൈജഷനൊക്കെ തിരിച്ചറിഞ്ഞ്, നമ്മുടെ ആമാശയത്തിന്റെ ശക്തി, ദഹനശക്തി തിരിച്ചറിഞ്ഞ്, മനസ്സിലായി, നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ അറിഞ്ഞ് അതിനു വേണ്ടതായ ഭക്ഷണ രീതി, ജീവിത രീതി, ഔഷധങ്ങൾ, തൈലപ്രയോഗങ്ങൾ ഒക്കെ ശീലിച്ചു പോരുക. അത് ഒരുപാട് മാറ്റം വരുത്തും. യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ നല്ല മാർഗ്ഗമാണ്. ഓക്കെ, നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. കാര്യമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തും, ഉറപ്പാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക. ഇതിന്റെ അവസാനം, വീഡിയോയുടെ അവസാനം കാണിക്കുന്ന ഈ സൈഡിലോ കാണിക്കുന്ന ആ വീഡിയോ, ആർത്തവ വിരാമത്തെ പറ്റി മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.